ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തുടർച്ചയായിട്ട് ചിന്തിക്കാൻ പോകുന്ന വിഷയം ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്നാണ്. ബൈബിളിൽ ഒരു 60 തവണ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുന്നത് ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന ഇടങ്ങളെല്ലാം യേശു ക്രിസ്തു പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളാണ് ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മോശയ്ക്ക് വെളിപ്പെടുന്ന ഭാഗം എക്സോഡസ്, പുറപ്പാട് 3:2 മുതൽ 6 വരെയുള്ള ഭാഗം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയേർഡ് എന്ന് പറഞ്ഞിട്ടാണ്. 4-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ 4-ാം വാക്യം വായിക്കാം. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ. ഇവിടെ കണ്ടതാരാണ്? ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയർ ചെയ്തു, യഹോവ കണ്ടു. ദ ലോർഡ് സോ. വായിച്ചോ. ദൈവം മുൾപടർപ്പിന് നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. ഓക്കെ, വിളിക്കുന്നതാരാണ്? ദൈവം വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയേർഡ്, ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. 4-ാം വാക്യത്തിൽ ദ ലോർഡ് സോ, യഹോവ അവനെ കണ്ടു, മോശയെ കണ്ടു. അത് തുടർന്ന് അവിടെ കാണുന്നത് ഗോഡ് കോൾഡ്, മോശയെ മോശയെ എന്ന് ദൈവം വിളിച്ചു എന്നാണ് അവിടെ കാണുന്നത്. 5-ാം വാക്യം വായിക്കാം. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായി ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം പറയുന്നത് നിൻ്റെ കാലിൻ്റെ ചെരുപ്പ് അഴിച്ചു കളയുക. ദ പ്ലേസ് വേർ യു സ്റ്റാൻഡ് ഇസ് ഹോളി ഗ്രൗണ്ട്, നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാണ് എന്നാണ് അവിടെ കാണുന്നത്. 6-ാം വാക്യം. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ഓക്കെ, ദൈവത്തോട് അപ്പിയർ ചെയ്തത് ആരാണ്? ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ്. എന്നാൽ ദൈവം, ഗോഡ് കോൾഡ് മോസസ്, യഹോവ അവനെ കണ്ടു, ചെരുപ്പ് അഴിച്ചു മാറ്റുന്നതിനെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഇവിടെ പറയുന്നത് ദൈവം തന്നെക്കുറിച്ച് മോശയോട് പറയുന്നത്, ഞാൻ എബ്രഹാമിൻ്റെ ദൈവം, ഞാൻ ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നാണ് അവിടെ പറയുന്നത്. 14-ാം വാക്യം ഒന്ന് വായിക്കാം. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ഓക്കെ, ഇത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള, നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്യുന്നൊരു ഭാഗമാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്, മോശയ്ക്ക് വെളിപ്പെടുത്തുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം ഹു ഐ ആം എന്ന് പറഞ്ഞിട്ടാണ്. ഏഞ്ചൽ ഓഫ് ദ ലോർഡാണ് അപ്പിയർ ചെയ്തത്, എന്നാൽ ദൈവത്തെ പോലെയാണ് സംസാരിക്കുന്നത്. ഇനി അടുത്തതായി നമ്മൾ കാണുന്നത് ശിംശോൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഏഞ്ചൽ ഓഫ് ദ ലോർഡ് പ്രത്യക്ഷപ്പെടുന്നത് ബുക്ക് ഓഫ് ജഡ്ജസ് 13:3 വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 3-ാം വാക്യം. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. ഓക്കെ, ഇവിടെ സംസാരിക്കുന്നത് ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയർഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. 22-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ 22-ാം വാക്യത്തിൽ അവരതിന് മനസ്സിലാക്കുന്നത് വി ഹാവ് സീൻ ഗോഡ്, നമ്മൾ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഇനി ഹാഗാറിനോട് ദൈവം പ്രത്യക്ഷപ്പെട്ട ഒരു ഭാഗം നമുക്ക് നോക്കാം. ഉൽപ്പത്തി 16:7 മുതൽ 13 വരെയുള്ള ഭാഗത്ത് നമുക്ക് 7-ാം വാക്യം ഒന്ന് വായിക്കാം.
പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ ശൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് യഹോവയുടെ ദൂതൻ, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ്. 13-ാം വാക്യം വായിക്കാം. എന്നാറേ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാഗാർ യഹോവ എന്നോട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ആണ് ഹാഗാറിന് പ്രത്യക്ഷപ്പെട്ടത്. അവിടെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പേര് അവിടെ വെളിപ്പെടുന്നുണ്ട്. എൽ റോയി, എന്നെ കാണുന്ന ദൈവം. മരുഭൂമി കൂടെ ഓടുന്ന സമയത്ത് ഹാഗാർ മനസ്സിലാക്കുന്നത് എന്നെ ഇത്ര നാളും കണ്ട ഒരു ദൈവമുണ്ട് എന്ന്. ആ ദൈവത്തിൻ്റെ പേരാണ് എൽ റോയി എന്ന് പറഞ്ഞ് ഹാഗാർ വിളിക്കുന്നത്. നമ്മൾ അടുത്തതായി ഗിദിയോൻ്റെ ജീവിതത്തിൽ ജഡ്ജസ് 6-ാം അധ്യായം 11 തൊട്ട് 16 വരെയുള്ള വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കാം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഓഫ്രയിൽ അബിയേസ്യനായ യോവാശിന്റെ കരുവേലകത്തിന്റെ കീഴെ ഇരുന്നു. ഓക്കെ, നമ്മളവിടെ യഹോവയുടെ ദൂതൻ, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ കാണുന്നത്. 16-ാം വാക്യത്തിൽ വരുമ്പോൾ വായിക്കാം. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാനിലെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ഓക്കെ, 16-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത് യഹോവ അവനോട്, ദ ലോർഡ് സെഡ് ടു ഹിം എന്നാണ്. അപ്പോൾ അപ്പിയർ ചെയ്തത് ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡാണ്. എന്നാൽ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദ ലോർഡ്, ദൈവം അവനോട്, യഹോവ അവനോട് സംസാരിച്ചു. ഓക്കെ, അടുത്തത് നമ്മൾ കാണുന്നത് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 22-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള ഭാഗം കാണുന്നത്. അവിടെ ബലിയാമിനോട് ദൈവം ഇടപെടുന്നത് കാണുകയാണ്. നമ്മളത് വായിക്കുന്നില്ല. ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞ് അനേക ഇടങ്ങളിൽ അവിടെ 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ അനേക ഇടങ്ങളിൽ നമുക്ക് കാണാം. അവിടെ ബലിയാമിനോട് ആ കഴുതയോടല്ല ഇടപെടുന്നത് ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ടാണ് ദൈവം ഇടപെടുന്നത്. അടുത്തത് നമുക്ക് നോക്കാം യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യം. യോശുവ എരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തലയുയർത്തി നോക്കി, ഒരാൾ കയ്യിൽ വാളൂരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. ഓക്കെ, യോശുവ ഇവിടെ കാണുന്നത് ഒരാള് വാള് പിടിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ് ജോഷുവയുടെ കാണുന്നത്. തുടർന്ന് വായിക്കാം. അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി, കമാൻഡർ ഓഫ് ദി ആർമി ഓഫ് ദ ലോർഡ് എന്നാണ് പറയുന്നത്. യോശുവ എന്തു ചെയ്തു ഇത് കണ്ടപ്പോൾ? വായിക്കാം, തുടർന്ന് വായിക്കാം. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്തേ എന്ന് ചോദിച്ചു. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് ജോഷുവ ആരാധിച്ചു, വേർഷിപ്പ് ചെയ്തു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മുൻപിൽ വേർഷിപ്പില്ല, ദൂതൻ്റെ മുൻപിൽ വേർഷിപ്പില്ല. നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. വായിച്ചോ. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞ് യോശുവ അങ്ങനെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ടേക്ക് യുവർ സാൻഡൽസ് ഓഫ് യുവർ ഫുട്ട് ഫോർ ദ പ്ലേസ് വെർ യു സ്റ്റാൻഡ് ഇസ് ഹോളി. നമ്മൾ ഈ ഭാഗം അല്ലെങ്കിൽ ഇതേ വാക്കുകൾ നമ്മൾ കണ്ടത് മോശെ ആ മുൾപടർപ്പിൽ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവം മോശയോട് സംസാരിക്കുന്ന അതേ വാക്കുകളാണ് ഇവിടെ കമാൻഡർ ഓഫ് ദി ആർമി ഓഫ് ദ ലോർഡ് ജോഷുവയോട് സംസാരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് കണ്ടത് ഒരു മനുഷ്യനായിട്ടാണ്, വാളും ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. യോശുവക്ക് മനസ്സിലായി, യോശുവ ആരാധിച്ചു,
വീണ് നമസ്കരിച്ചു. അതിൻ്റെ തുടർന്ന് 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെയാണോ ഒരു ഇൻസ്ട്രക്ഷൻ, ചെരുപ്പ് അഴിച്ച് നീ നിൽക്കുന്ന ഇടം വിശുദ്ധം എന്ന് പറയുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ഇനി ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗം പിന്നെ നമ്മൾ കാണുന്ന ചില ഭാഗങ്ങൾ, ഒന്ന് രാജാക്കന്മാർ 19:6 നമ്മൾ കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 19:6. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് യഹോവയുടെ ദൂതൻ, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഏഞ്ചൽ ഓഫ് ദ ലോർഡിൻ്റെ ഒരു അപ്പിയറൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. 2 രാജാക്കന്മാർ 1:3. എന്നാൽ യഹോവയുടെ ദൂതൻ തിശ്ബിനായ ഏലിയോവോട് കൽപ്പിച്ചത്, നീ എഴുന്നേറ്റ് ശമര്യ രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്നവരോട്, ഇസ്രായേൽ ദൈവം ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾ എക്രോനിലെ ദേവനായ. മതി. അപ്പോൾ 2 രാജാക്കന്മാർ 1:3 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 19:6 നമ്മൾ കാണുന്നത് ഏലിയാവിൻ്റെ മുൻപിൽ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഈ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യം, ഇത് പുതിയ നിയമത്തിൽ വരികയാണ്. പക്ഷേ യേശുവിൻ്റെ ജനനത്തിന് മുൻപുള്ള കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യം. യോസഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ ജോസഫിനോട് ദൈവം ഇടപെടുന്നത്, സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ആണ്. ഇനി ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് പുറപ്പാട് 14-ാം അധ്യായം 19-ാം വാക്യം. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരുടെ പിമ്പിൽ പോയി നിന്നു. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് ദി ഏഞ്ചൽ ഓഫ് ഗോഡ് വെന്റ് ബിഫോർ ദം, അവർക്ക് മുൻപേ പോയി. ഇനി പുറപ്പാട് 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത് യഹോവയാണ് അവർക്ക് മുൻപേ പോയിക്കൊണ്ടിരുന്നത്. ദ ലോർഡ് വെൻ ബിഫോർ ദം. 14-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദി ഏഞ്ചൽ ഓഫ് ഗോഡ് ഹു വെൻ ബിഫോർ ദം എന്നാണ്. അപ്പോൾ ഇൻ്റർചേഞ്ചബിളായിട്ട് ദ ലോർഡ്, യഹോവ അവരുടെ മുൻപേ പോയി എന്ന് പറയുമ്പോഴും ദി ഏഞ്ചൽ ഓഫ് ഗോഡ് അവരുടെ മുൻപേ പോയി എന്ന് പറയുമ്പോഴും ഒരേ കാര്യമാണ് അവിടെ പറയുന്നത്. നമുക്ക് ബുക്ക് ഓഫ് ജഡ്ജസ് 2:1 വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് ഈ നിങ്ങളെ നയിച്ചോണ്ട് വന്ന ദൂതൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ്. ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ആണ് നിങ്ങളെ നയിച്ചോണ്ട് വന്ന്. ഐ ലെഡ് യു അപ്പ് ഫ്രം ഈജിപ്റ്റ് ആൻഡ് ബ്രോട്ട് യു ടു ദ ലാൻഡ്. ഞാനാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്നും ഈ ദേശത്തേക്ക് നയിച്ചുകൊണ്ട് വന്നത്. അവിടെ വീണ്ടും നമ്മൾ കാണുന്നത് ഐ ലെഡ്, ഞാൻ നയിച്ചുകൊണ്ട് വന്നു. ഐ സോ, ഞാൻ സത്യം ചെയ്തു. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഐ വിൽ നെവർ ബ്രേക്ക് മൈ കവനൻറ്റ് വിത്ത് യു. നിങ്ങളോടുള്ള എൻ്റെ നിയമം, ഇവിടെ ഉടമ്പടി എന്നാണ്, കവനൻറ്റ് എന്നാണ് പറയുന്നത്, ലംഘിക്കില്ല എന്നവിടെ പറയുന്നുണ്ട്. അടുത്തതായി നമ്മൾ നോക്കുമ്പോൾ എക്സോഡസ്, പുറപ്പാട് 23:20 തൊട്ട് 22 വരെയുള്ള വാക്യം നമുക്ക് നോക്കാം. പുറപ്പാട് 23:20
20 തൊട്ട് 22 വരെയുള്ള വാക്യം. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഓക്കെ, അത് ദൈവം പറയാണ്. അയക്കുന്നത് ആരെയാണ്? ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. ഇനി വായിച്ചാൽ, നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം, അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല, എന്റെ നാമം അവനിലുണ്ട്. അപ്പോൾ ഇവിടെ ഒബേ ഹിസ് വോയിസ്, ശ്രദ്ധിക്കണം, അനുസരിക്കണം. ഡു നോട്ട് പ്രൊവോക്ക് ഹിം, അവനോട് വിഘടിക്കരുത്. ഓക്കെ, മൈ നെയിം ഈസ് ഇൻ ഹിം, എൻ്റെ നാമം അവൻ്റെ മേലിരിക്കും. 22-ാം വാക്യം, എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത്, ബട്ട് ഇഫ് യു ഇൻഡീഡ് ഒബേ ഹിസ് വോയിസ്, ആരുടെ? ദൂതൻ്റെ. അവൻ്റെ വാക്കുകൾ കേട്ട്, ഹിസ് വോയിസ്, അവൻ്റെ ശബ്ദം കേട്ട്, ആൻഡ് ഡു ഓൾ ദാറ്റ് ഐ സ്പീക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാൽ, അവൻ്റെ ശബ്ദം അനുസരിച്ച് ഞാൻ പറയുന്നത് കേട്ടാൽ എന്നാണ് നമുക്കവിടെ കാണുന്നത്. അപ്പോൾ ദൂതൻ സംസാരിക്കുന്നത് ദൈവ ശബ്ദമായിട്ടാണ് അവിടെ പറയുന്നത്. ഏഞ്ചൽ ഓഫ് ദ ലോർഡിനെ കുറിച്ചാണ് നമ്മൾ ഈ പഠിച്ചത്. അനേക ഇടങ്ങളിൽ പഴയ നിയമത്തിൽ ദൂതൻ, ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ ദൂതൻ എന്ന് പറഞ്ഞ് കാണപ്പെടുന്നത് യേശു ക്രിസ്തുവിനെയാണ്, ദൈവത്തെ തന്നെയാണ് എന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഏഞ്ചൽസിനെ കുറിച്ച് പഠിക്കാം. ദൂതന്മാർ, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.